നമസ്കാരം നമസ്കാരം. ഇവിടെ കിടന്ന് തൊണ്ട കയറിയിട്ട് ഒരു കാര്യവുമില്ല. മുഖ്യന്റെ മുമ്പിൽ ചെന്ന് വിളിക്കുക, അങ്ങനെ കേക്കട്ടെ. വിഷമിക്കണ്ടോ വേലായുധ. എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കും ഞാൻ. ഇതൊക്കെ ആ മുഖ്യമന്ത്രി അവരാജന്റെ പണിയാ. ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. വളരെ ശരിയാണ്. ഇങ്ങനെ പോയാൽ മേനോൻ സാറിനും ദിവാരൻ സാറിനും മന്ത്രി എന്ന പദവി മാത്രമേ കാണൂ. അധികാരം മുഴുവൻ മുഖ്യന്റെ കയ്യിൽ. ഇത് നമ്മുടെ ഗ്രൂപ്പിനെ ഒതുക്കാനുള്ള ശ്രമമാണ്. ഇപ്പം തന്നെ എന്റെ വകുപ്പിൽപ്പെട്ട എല്ലാ കോർപ്പറേഷൻ ചെയർമാൻമാരോട് രാജിവെക്കാൻ പറഞ്ഞിരിക്കുക മുഖ്യമന്ത്രി. പകരം മുഖ്യന് ഓശാന പാടുന്നവനെ കയറ്റിയിരുത്താനായിരിക്കും. നടക്കുകയല്ല, രാജിവെക്കേണ്ടത് അയാളെ അവറാച്ചൻ. രാഷ്ട്രീയത്തിൽ 18 പഠിച്ച എന്റെ അടുത്ത് അയാളുടെ കളി. എത്ര ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയുവാ മേനോൻ സാർ ഈ നിലയിലെത്തിയത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെയാ മുഖ്യൻ പറഞ്ഞു വരുത്താൻ ഇടയുണ്ടെന്ന്. ഈ വിധത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാറിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടേണ്ടി വരുന്നു എന്ന് ആലോചിച്ച് നോക്കി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി അവരാജൻ രാജിവെക്കണം. പകരം മേനോൻ സാർ മുഖ്യമന്ത്രി ആകണം. ഞാൻ ഉദ്ദേശിച്ച ഞാൻ മുഖ്യമന്ത്രിയായതിന്റെ അന്ന് മുതൽ കേൾക്കുക മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. അതെ, തർക്കമുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണം. എനിക്ക് ഈ കൺവീനർ സ്ഥാനം മടുത്തു. അവനവന്റെ പാർട്ടി നയി മുറവിളി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നല്ല. പ്രതിപക്ഷം കാര്യമുള്ള കാര്യത്തിനെ പറയൂ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ ഈ മന്ത്രിസഭയിൽ അംഗമാണോ അതോ പ്രതിപക്ഷത്തിന്റെ വ്യക്തമാണോ? ആ സംശയം എനിക്കുണ്ട്. ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ? അല്ല, എന്നോടും എന്റെ ഗ്രൂപ്പിനോടുള്ള മുഖ്യന്റെ അവഗണന കണ്ട് ചോദിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. ഇയാൾ അവിടെ ഇരിക്കുക. മേനോൻ പറയട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ന് രാജിവെക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മുഖ്യൻ രാജിവെക്കണമെന്ന് തന്നെ. എന്നിട്ട് വേണം മേനോൻ അതിൽ കയറിയിരിക്കാം. അതെ തോമിച്ച, 25 കൊല്ലമായിട്ട് MLA-യും പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാണ് ഞാൻ. മുഖ്യമന്ത്രിയാവാൻ ഇയാളെക്കാൾ യോഗ്യം ഞാൻ തന്നെ. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ട. എന്റെ പേരിൽ ആരോപണങ്ങളേ ഉള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും നടത്തിയ അഴിമതികളുടെ വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അയ്യയ്യേ, നിർത്ത്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കുവിയാല് അതിന് മുതലെടുക്കുന്നത് ആരാ? പ്രതിപക്ഷം. ഇനി ഒരൊറ്റ തവണ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാ കേരളം ബംഗാള് പോലെയാവും. താഴെ ഇറക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ. പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു കാര്യവും തൽക്കാലം ഇവിടെ ഇല്ല. എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. ദിവാകരത്താനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ. ഈ മുഖ്യൻ ഈ രീതിയിൽ ഭരണം ഇനിയും തുടർന്നാൽ KDF അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച കൊടുക്കും. കൺവീനറെ, ഇതൊക്കെ പത്രക്കാരെയും TV-ക്കാരെയും വിളിച്ച് സർക്കാരിനെ കരിവാരി തേക്കാൻ ശ്രമിച്ചാൽ എനിക്കിതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും. പേടിപ്പിക്കല്ലേ. എന്റെ ഗ്രൂപ്പിന്റെ ഹൈക്കമാൻഡ് ഞാൻ തന്നെ. അവറാജ, അധികകാലം മുഖ്യമന്ത്രി കസേരയിൽ സുഖമായിട്ട് ഇരിക്കാമെന്ന് കരുതണ്ട. മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചേ ഞാൻ അടങ്ങും. ഫൈനാൻസ് മരുമകൻ IPS. എന്താ നീ ഉടൻ ദിവാകരന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തണം. ഓ, ഉടനെ എത്തിക്കോളാം. രഞ്ജി, പണം എടുത്ത് ലോക്കറി വേ. ശരി. അല്ല, നിങ്ങൾ ബസ് ഓണേഴ്സും തൊഴിലാളിയും തമ്മിലൊരു പരസ്പര വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഈ സമരം ഒത്തീർപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്ക്യൂസ് മീ. കളക്ടർ മരുമകൻ IAS. ഹലോ. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. ശരി സാർ, നീ വേണ്ട. ഞാൻ വരാം. അപ്പൊ ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ പരസ്പരം ഒരു ധാരണയിൽ എത്തിയ ശേഷം എന്നെ അറിയിക്കൂ. ഓക്കെ? മുഖ്യനെ മാറ്റാൻ എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നതാ തൊമ്പൻ ചാക്കോ. താൻ ആരോപണം ഉന്നയിച്ചാൽ മതി, ഞാൻ പിന്തുണച്ചോളാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പം മീറ്റിംഗിൽ മുഖ്യന് വേണ്ടി വാദിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവരാച്ചൻ ഒഴിഞ്ഞു പോയനെ. നായി നടന്നോണ്ട് ഒരു കാര്യമില്ല, നായ്ക്ക് ഇരിക്കാനോട്ട് നേരമില്ല എന്ന് മുഖ്യം പറയുന്ന ഞാൻ ഉദ്ദേശിച്ചത്. മേനോ സാറ് മുഖ്യമന്ത്രിയാവുമെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. എല്ലാം കൈവിട്ട് പോയില്ലേ? ഇല്ല ജോസ്പേട്ട, കൈവിട്ടു പോയി എന്ന് കരുതിയ പലതും നമ്മൾ വെട്ടിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ജോസ്പേട്ടന്റെ സ്വപ്നം ഫലിക്കും. അച്ഛൻ മുഖ്യമന്ത്രിയാകും. അത് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവനാ ഞാൻ. കേട്ടോടാ ദിവാര, അണികൾ ഒരുപാട് പേര് പിന്നിലുണ്ടെങ്കിലും എന്റെ ശക്തി എന്ന് പറയുന്ന ഇവരാ എന്റെ മരുമക്കള്. ഈ IPS-ഉം ഈ IAS-ഉം എന്റെ വാക്കനുസരിച്ച് ഇവര് നിന്നിട്ടുള്ളൂ. ഇവരോട് അഭിപ്രായം ചോദിച്ചിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അല്ലച്ചാ, ഈ CM രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അച്ഛന്റെ ഗ്രൂപ്പിന് പാർട്ടി വിട്ടു പോകുന്നു. ഈ പാർട്ടി വളർത്തുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കൂടെ നിൽക്കുന്ന ഒറ്റ ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ല. വളരെ ശരിയാണ്. ഈ നിൽക്കുന്ന ദിവാരൻ സാറ് ഒരു മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് വരില്ല. വരുമോ? അല്ല, അത് പിന്നെ അറിയാടോ, മുന്നീന്നും പിന്നീന്നും കുത്ത് പ്രതീക്ഷിച്ചിട്ട് തന്നെ ആ കൂടെ കൊണ്ടു നടക്കുന്നു. ഞാൻ ഒഴിച്ച്. അച്ഛാ, ഒന്നിങ്ങോട്ട്. പാർട്ടി വിടുക എന്നൊക്കെ പറഞ്ഞാൽ മണ്ടത്തരവാ.
CM രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തുണ്ടാക്കിയാലും ശരി മുഖ്യമന്ത്രി രാജിവെക്കണം. എനിക്കതേ പറയാനുള്ളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വാശ്രയ കോളേജുകൾക്കെതിരെ വിദ്യാർത്ഥികളുടെ സമരം നടക്കുകയാണല്ലോ. അതെ. മുൻപന്തിയിൽ നിൽക്കുന്നത് മുഖ്യനെ പിന്തുണയ്ക്കുന്ന കേസയാ. അത് വിദ്യാഭ്യാസ മന്ത്രിയായ അച്ഛനെതിരുള്ള മുഖ്യന്റെ കളിയാണ്. ആ സമരം വഷളാക്കണം. അതെന്നെയല്ലടാ ബാധിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസുകാരെ കൊണ്ട് നമ്മൾ തല്ലിച്ചതയ്ക്കുന്നു. ആഭ്യന്തരം കൈയടക്കി വെച്ചിരിക്കുന്ന മുഖ്യനെതിരെ വിദ്യാർത്ഥികൾ തിരിയും. കേരളമാകെ ആളിപ്പടരുന്ന വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുഖ്യൻ മുട്ടുമടക്കും. സാറിന്റെ ബുദ്ധി കൊള്ളാം, പക്ഷെ മുഖ്യൻ പറയുന്നതല്ലേ പോലീസ്. പിന്നെ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന പോലീസുകാരും ഉണ്ട് ജോസഫേട്ട. ASP അർഷൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല നമ്മുടെ മീനൂട്ടിക്ക് വേണ്ടി. ഹലോ സർ, ഹൗ ആർ യു സർ? യെസ്, കാര്യം മനസ്സിലായി. പക്ഷേ എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസ് സംയമനം പാലിക്കണമെന്നാ CMന്റെ ഓർഡർ. എടോ, പോലീസിന് നൊന്താ നിങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? എങ്കിൽ പോലീസിന് നോവും. പിന്നെന്താ ചെയ്യേണ്ടെന്ന് അറിയാമല്ലോ. ഇതാണ് കുശാഗ്ര ബുദ്ധി. നിയമം കയ്യിലെടുത്ത് പൊതുജീവിതം സമർപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. Go back. I repeat, ദയവായി പിരിഞ്ഞു പോവുക. വിദ്യാർത്ഥി സമരം സിന്ദാബാദ്. പോലീസ് go back. 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 ഹലോ പവിത്ര, എന്തോ പോലീസ് പിള്ളേരെ തല്ലിച്ചതക്കിയത് എന്റെ മകളാ. പവിത്ര, നിന്റെ താന്ത്രം ശരിക്കും ഏറ്റ് കേട്ടോ. അവിടെ പോലീസും പിള്ളേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. ഇതോടെ മുഖ്യന്റെ പ്രതിച്ഛായ മാറിക്കിട്ടും. അച്ഛൻ നോക്കിക്കോ, ഇനി വിദ്യാർത്ഥികൾ ഇറങ്ങിയിരിക്കില്ല. കേരളക്കരയാകെ പ്രതിഷേധം കത്തിപ്പടരും. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചോ, മക്കളെ നീ കളി സൂക്ഷിച്ചോ. തന്നെ ഞങ്ങൾ എടുത്തോളാം. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചോ, മക്കളെ നീ കളി സൂക്ഷിച്ചോ. വിദ്യാർത്ഥികളെ തെരുവിലിറക്കി ഗ്രൂപ്പ് കളിക്കാൻ നോക്കണ്ട. സർ, യൂത്തിൽ ഇങ്ങനെ പ്രതിഷേധയാതെയാ നമുക്ക് റൂട്ടൊന്ന് ഡൈവേർട്ട് ചെയ്താൽ. ഇതിനാ അല്ല, എടോ, മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ മുന്നിൽ പിന്നിൽ നടക്കണം? അവരെ പിടിച്ച് മാറ്റോ. സർ, ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാൻ കേന്ദ്ര നിരീക്ഷകൻ എത്തിയ ദിവസം കൊള്ളാം. എല്ലാം നേരിട്ടുണ്ട്, മനസ്സിലാക്കട്ടെ. പ്ലീസ് നിർത്തൂ പ്ലീസ്. ദയവേത് നിങ്ങൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ മന്ത്രിയെ പോകാൻ അനുവദിക്കും. മേനോനെ മൂരാച്ചേ, രാജിവെച്ചു പുറത്തു പോകും. ആ വണ്ടി ഇടറോ. വണ്ടി ഇവിടെ വരട്ടെ. ആ കടന്നു വരുന്ന ആളത്ര ശരിയല്ല. സാർ, അക്രമം അഴിച്ചുവിടാൻ വന്നവരല്ല ഞങ്ങൾ. മന്ത്രിയുമായി ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. ഹലോ, കൺട്രോൾ റൂം, CA വിജയൻ ഹിയർ. വിദ്യാഭ്യാസ മന്ത്രി ആരുടെ നെഞ്ചത്തൊക്കെയാ കയറാൻ പോണത്? നിങ്ങൾ എന്തിനാ എന്റെ വഴി തടയുന്നേ? വിദ്യാർത്ഥികളെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു. ബോംബെറിഞ്ഞതിന്റെ പേരിൽ നിരപരാധികളെ പിടിച്ച് അത്തിട്ടിരിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയണം. അതൊക്കെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം. അയാൾക്കെതിരെ സമരം ചെയ്യണം. ഓ, അവനെയും കൊണ്ടുവാ. നിങ്ങളുടെ അധികാര മോഹങ്ങൾക്ക് വേണ്ടി പാവം വിദ്യാർത്ഥികളെ കരുവാക്കാൻ നോക്കണ്ട. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ച പോലെ ഇതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും സമരം ചെയ്യില്ല, അക്രമങ്ങൾ അഴിച്ചുവിടില്ല. അവരെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവനാണ് പോലീസിന് നേരെ ബോംബെറിഞ്ഞവൻ, 3rd റേറ്റ് ഗുണ്ട വിക്ടർ സാമുവൽ. മന്ത്രി പറയണം ഇവൻ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. സമാധാനപരമായി സമരം നടത്തിയവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി ബോംബെറിഞ്ഞ് എന്തിനാണെന്ന് ഇവൻ പറയും. ആര് പറഞ്ഞിട്ടാന്ന് ഇവൻ പറയും. കത്തിക്കട കോലം. പെർഫെക്റ്റ് കോലം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക.
നേരം ഈ നടുറോട്ടിൽ കിടക്കുന്നത് അടിച്ചു മാറ്റം എല്ലാത്തിനും വയലിനായിട്ട് താനും തൂക്കിക്കോളും സാർ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണം കോലം കത്തോട് രസിക്കുക അടിച്ചു ഓടിക്കൊല്ലാതിനെ നമുക്ക് നിൽക്കാതെ ഓടി രക്ഷപ്പെടാൻ നോക്കൂ വേഗം ഓടിപ്പോടോ ആ പയ്യൻ കൊള്ളാവല്ലോ അവനെ നാളെ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം നല്ല ഉശിര് അല്ലേ അത് പിന്നെ കാണാതിരിക്കോ? താൻ അറിയോ അയാളെ? അറിയും. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്തു ബന്ധം? എന്റെ ഒരേ ഒരു മോന. ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു ഉണ്ണി. അവന്റെ ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. അവൻ നിൽക്കുന്നത് മുഖ്യന്റെ ചേരിയില്ല, താമസിക്കുന്ന മേനോൻ സാറിന്റെ വീട്ടിലും. ഇവരുടെ വീടാണ് ഒരു വീട്, കുടുംബം ഒരു കോവിൽ. നിർത്തിക്കോ മുമ്പിൽ വീടാ, ഇനി പോവില്ല. അയ്യോ, ഇതെന്ത് പറ്റിയടാ? അഴിമതി വീരനും കുടില ബുദ്ധിശാലിയുമായ ഒരു മൂരാച്ചി മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങേരുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത്. ഏത് മന്ത്രി? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലേ അമ്മ? അത് നിന്റെ അച്ഛനല്ലേ? ഞാനത് നിഷേധിക്കുന്നില്ല. കാശ് കൊടുത്ത് ഇടിപ്പിച്ച പോലെ പോയി. എന്നാ ഐഡിയത്? അയ്യോ ഏട്ടാ, ഇത് എന്ത് പറ്റി? ഒന്നുമില്ല മോളെ, ഒന്നും. അയ്യോ, നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. വിഷമിക്കണ്ട. ലാത്തിയുടെ ചൂടറിഞ്ഞ തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ശാശ്വതമല്ല. Every dog has a day. ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. നീ ഇരിക്കെ, ഞാൻ വിളമ്പാ. ഓ, എനിക്ക് വേണ്ടമ്മ. ഇത് VIP-കളുടെ ടേബിൾ അല്ലേ, ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല. എനിക്കുള്ള വിഹിതം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം. ജീവിതകാലം മുഴുവൻ നിനക്ക് അടുക്കളയിൽ കിടന്ന് ഇറങ്ങാനാ യോഗം. ഓ, എനിക്കത് മതി. എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫീസിന്റെ തിന്നാലല്ലോ വന്ന് നിറങ്ങണത്. എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവനെ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കണത്? മക്കള് കഴിക്കുന്നതിന്റെ കണക്ക് പറയാ. ഞാൻ പറയൂടി, രാവിലെ ഇറങ്ങുമല്ലോ കഞ്ഞിമുക്കിയ ഡ്രസ് ഇട്ടുണ്ട്, അതിനും വേണം എന്റെ ചക്രം. അതെ, എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ. സർക്കാരിന്റെ കാശ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കാശാ. അതിൽ എനിക്കും അവകാശമുണ്ട്. നീ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിക്കും. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ഇരിക്കുന്ന ആളോട് ചെന്ന് പറയും. പോത്തിനോടാണോ വേദം ഓതുന്നത്? ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ. അച്ഛനെ ഉദ്ദേശിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. അച്ഛൻ അവന് വഴക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? അവന് ഞങ്ങളുടെ കൂടെ നിന്നൂടെ? എവിടെ നിൽക്കാനാ? എനിക്കെതിരെ ആഞ്ഞടിക്കാനാ മുഖ്യനവനെ കരുവാക്കിയിരിക്കുക. ഞാൻ നിഷേധിക്കുന്നു. ഇവൻ എന്റെ മോൻ തന്നെയാണോ അതോ മുഖ്യറ്റം? ആ ചോദ്യം ലക്ഷ്മി തീറ്റ കഴിഞ്ഞ് ഇറങ്ങി പോടുന്ന. നിനക്ക് അവിടെ പോയിരുന്ന അവരോട് കഴിച്ചാൽ എന്താ? എനിക്ക് അവരോട് ഇരുന്ന് ശരിയാവില്ല ഏട്ടാ. അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളെ പറയണേ, എനിക്കതൊന്നും മനസ്സിലാവില്ല. എടി, അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ മനസ്സിലാവണില്ല. അതാ നിനക്ക് മനസ്സിലാവാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്തേ? ചുമ്മാ ഇരിയേട്ടാ. നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവം കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടികളെ ഊട്ടി നിർത്തി പഠിപ്പിക്കുന്നത്, നിന്നെ മാതൃകയാക്കി നശിക്കാതിരിക്കാൻ. അതേതായാലും നന്നായി. അവരെന്നെ കണ്ട് പഠിക്കുന്നതിനേക്കാൾ കുഴപ്പാ അവരവരുടെ അച്ഛനെയും അപ്പൂപ്പനെയും കണ്ട് പഠിക്കുന്നത്. ഓ, ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. ഏയ്, എന്റെ മൂത്തളീനെ മരപ്പെട്ടി വിളിച്ചാണ്ടല്ലോ. ഓ, തുടങ്ങിയ പിന്നെ തമ്മി കണ്ട കീരിയും പാമ്പോ. നിനക്കിത് എന്തിന്റെ കേടാടാ? എപ്പോ നോക്കിയാലും കൂടപ്പറപ്പുകളുമായിട്ട്. അത് പോട്ടെ, അച്ഛനെതിരെ നീ. അമ്മേ, ഞാൻ അച്ഛനെതിരല്ല. അച്ഛന്റെ നയങ്ങളോടാണ് എതിർപ്പ്. അച്ഛന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അച്ഛൻ കാട്ടിക്കൂട്ടുന്ന നെറുകേടുകൾക്കെതിരെ ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ചോദിച്ചു പോണ്ട, അവിടെ ഇരുന്ന് കഴിക്കേ. പറഞ്ഞ പോലെ കഴിച്ചിട്ട് പോവാം. എടാ, നിന്റെ അച്ഛൻ എത്ര നെറുകേട് കാണിച്ചാലും അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ നീ ഇപ്പൊ കഴിക്കണത്? അത് മാത്രം പറയരുത് അമ്മേ. അമ്മേ, ഞാൻ കഴിക്കണത് അമ്മയ്ക്കുള്ള കഞ്ഞിയുടെ ഒരു വിഹിതമാണ്. എനിക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ ഈ കഞ്ഞി മുഴുവൻ അമ്മയ്ക്ക് ചോറായിട്ട് തിരിച്ചു തരും. അതുവരെ എന്റെ വയറിനൊരു ലോൺ. എനിക്കും എന്റെ ജീവൻ നിലനിർത്തണ്ടേ അമ്മേ? ഇത് അനിൽ മുഖർജി, നമ്മുടെ പെപ്കോ കോള കമ്പനിയുടെ CEO. ഈവനിങ് ഫ്ലൈറ്റിന് ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അത് ശരി. ദിസ് ഇസ് മൈ കോ ബ്രദർ കളക്ടർ ഗോപിനാഥ്. ഓ, ഹലോ, ഹൗ ആർ യു? ഫൈൻ. ഞാൻ പറഞ്ഞിരുന്നില്ല അച്ഛാ, ഇവരൊരു പുതിയ പ്ലാന്റ് കൂടി ഓപ്പൺ ചെയ്യുന്ന വിവരം. അയ്യോ,
അത് ഉടനെ വേണോടാ. ഇപ്പൊ തന്നെ കോട്ടപ്പുറത്ത് കുടിവെള്ളമില്ലെന്നും പറഞ്ഞ് ജനങ്ങൾ മുറവിളി കൂട്ടുക. ഇനിയിപ്പോ 50 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന പുതിയ പ്ലാന്റ് കൂടി തുറന്നാൽ ജനവിളകും. ഹേ, അതൊക്കെ ആരറിയാൻ പോകുന്ന വെച്ചാ? കുടിവെള്ള ക്ഷാമത്തിന് സർക്കാർ ചെലവില് നമ്മൾ ടാങ്കറിൽ വെള്ളം അടിക്കും. എന്നാലും അല്ല അച്ഛാ, പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞൊരു 2 കോടി രൂപ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. ചെറാക്കുളം ഫൈനാൻസേഴ്സിന്റെ കാസർഗോഡ് ശാഖ തുടങ്ങിയത് ആ പണം കൊണ്ട്. അച്ഛന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ പണം പിൻവലിച്ച് തിരിച്ചു കൊടുത്തേക്കാം. അത് വേണ്ട. പിന്നെ ആ വ്യവസായ മന്ത്രി ദിവാകരന് ഒരു തുക കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്ക്. കൺഫേം. താങ്ക് യു. എല്ലാം കേട്ടു, ഒന്നും നടക്കില്ല. ഗുഡ് നൈറ്റ്. അല്ല അതെ, നാളെ ഒരു വഴിതടയൽ സമരമുണ്ട് KK റോഡില്. ബഹുമാനപ്പെട്ട മന്ത്രി അച്ഛൻ അതുവഴിയൊന്നും വന്നേക്കരുത്. പിന്നെ മന്ത്രിയുടെ കാറ് മാൻ തടഞ്ഞു എന്നും പറഞ്ഞ് രാത്രി ഉണ്ണാൻ വന്നിരിക്കുമ്പോ എന്റെ കഞ്ഞിൽ പാച്ചിടാൻ വന്നിട്ടുണ്ടല്ലോ. കഞ്ഞി കുടിച്ചിട്ടേ പോകുള്ളൂ. കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ വേണ്ടി മാത്രം പെട്രോൾ വില വർധനയ്ക്കെതിരെ സമരം ചെയ്യുന്ന മറ്റ് സംഘടനകളും ഒന്ന് ഓർക്കണം. അവരുടെ സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും ഇവിടെ അടിക്കടി വില വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് എന്ന് കരുതി കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. നമുക്കെല്ലാവർക്കും അറിയാം, പെട്രോളിന് വില കൂടുമ്പോൾ ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് അമിതമായ വില കൂടുമെന്ന്. ഓട്ടോ ചാർജ് വർധന, ബസ് ചാർജ് വർധന, ഇതൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ. ഭരണകക്ഷിയായാലും നമ്മൾ ഇത് ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല. ഇപ്പൊ തന്നെ ലേറ്റാ. ഇന്ന് പരീക്ഷാ ദിവസമായിട്ട് ടീച്ചറെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ഞാൻ പറയാം. 947 നമ്മുടെ മഹാത്മജി നമുക്ക് വാങ്ങി തന്ന സ്വാതന്ത്ര്യം നീണ്ട സമരങ്ങളിലൂടെയാണ്. നിങ്ങൾ വാഹനങ്ങൾ കടത്തിവിടണം. ഇതൊരു പബ്ലിക് റോഡല്ലേ? ഇതൊരു പബ്ലിക് മാറ്ററാ. പബ്ലിക്കും കൂടി സഹകരിക്കേണ്ട വിഷയം. പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചിട്ടാവരുത് വഴിയോര പ്രസംഗം. ഇങ്ങനെ നടുറോഡിൽ വെച്ചിട്ടാണോ പബ്ലിക് മീറ്റിംഗ് നടത്തുക? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് മാഡം പബ്ലിക്കായ കാര്യങ്ങൾ പബ്ലിക്കായി പറയുന്നത്. ഇത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പബ്ലിക്കിന് മൊത്തം അറിയാം. ഏതാ ഈ പബ്ലിക്? ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒരു ഉടക്ക്. ഒരു കാര്യമില്ലാണ്ട് ഉടക്കാൻ പെങ്ങളെന്താ പ്രതിപക്ഷ നേതാവിന്റെ മോളാണോ? എന്താ പെങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് ഇതുപോലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ എന്താ? എഴുതി വെച്ചിരിക്കണ കണ്ടില്ലേ? വഴിതടയൽ സമരം ഒന്ന്. വഴിതടയൽ സമരം എങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണത്? എന്റെ കുട്ടികൾക്ക് ഇത് പരീക്ഷയാണ്. എന്നിട്ട് കുട്ടികളെ ബസ്സില്. ഓ എന്റെ ഈശ്വര, ഒരു വണ്ടി നിറയെ കുട്ടികളോ? അല്ല അപ്പൊ കുട്ടികളുടെ അച്ഛൻ എന്താ പണി? ഇതൊക്കെ തന്നെയായിരിക്കും. അല്ലാതെന്താ? ചുമ്മാരിടാ. നാം ഒന്ന് നമുക്കൊന്നെന്ന് ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു വണ്ടി നിറയെ കുട്ടികളുമായി വന്നിരിക്കുന്ന ഒരമ്മ നമുക്കിത് വാർത്തയാക്കണം. അതെന്റെ സ്കൂളിലെ കുട്ടികളാ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലാട്ടാ. കൊച്ചുകുട്ടികളുടെ ഭാവി തകർത്തിട്ടാവരുത് നാട് നന്നാക്കല്. പെങ്ങൾ ഇപ്പൊ പറഞ്ഞത് ന്യായം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് ഇന്ത്യയെ നയിക്കേണ്ടവർ. ആ പൗരന്മാർക്ക് വേണ്ടി ആ വണ്ടി ഒന്നാണ്ട് കടത്തി വിടറാ. പെങ്ങളങ്ങോട്ട് പൊക്കോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയ ഇതുപോലുള്ള സമരങ്ങൾക്ക് ജനപിന്തുണയുണ്ടാവണം. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറയുകയാണ്, ഞാൻ ചോദിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറയുകയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടത്തെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നു? ഞാൻ ചോദിക്കുകയാണ്. എന്താടി? അച്ഛൻ വിളിക്കുന്നു. അയ്യോ, ഇത് പിടിച്ച്. അതെ, നിങ്ങളെല്ലാരും ഇവിടെ ഇരി, ഞാനിപ്പോ വരാം. പിന്നിക്കായിരിക്കോ? മോളെ, ഇതോടെ ഒന്ന് കഴുകി വെച്ചേരെ. ശരി. ഇനി മോള് പോയി പഠിച്ചോളൂ, അമ്മ കഴിക്കോളാം. ശരി. എന്താ? ഇതേ ആരും കാണാതെ വേണം വായിക്കാൻ. ആളാകെ 1.5 ചാണയുള്ളൂ. ഇപ്പോഴേ വളഞ്ഞ കാന്താരിയ. അതുകൊണ്ടല്ലേ അവൻ കൊടുത്ത കത്ത് മേടിച്ച്. ദേവകമേ, കുട്ടികളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഇനി വളരുമ്പോഴും അവര് ബന്ധം തുറന്നാ കുഴപ്പാ. നമ്മളായിട്ട് അതിന് സാഹചര്യം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ദേവകമ്മ കൊടുത്ത് പൊക്കോളൂ. ലക്ഷ്മി ഒന്നും പറയണ്ട. ടീച്ചറെ, സ്കൂളെത്തി, ഇറങ്ങണ്ടേ?
എത്തിയോ പട രാവിലെ തന്നെ. ഓ ജോസ്ബേ, ജോസ്ബേ, ഓ എന്താടോ ഇത്? സ്വപ്പ പഴകഞ്ഞ അതല്ലടോ, പുറത്ത് എന്തോ ആൾക്കാരാന്ന്. ഇവറ്റകളെയൊക്കെ തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുത്താൽ മതി എന്ന് പറഞ്ഞോണ്ടോ എനിക്ക്. വീട്ടിലും ഒരു സൗകര്യം തരില്ല എന്ന് വെച്ചാൽ നാശൂലങ്ങള്. എലക്ഷന് മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂ എന്ന് ആ പട്ടിണി പാവർക്ക് അറിയില്ലല്ലോ. ഇതിൽ ഭൂരിപക്ഷം പേരും മോനെ കാണാമെന്ന. മോന് നാട്ടിൽ നല്ല ടേസ്റ്റ് അല്ലെ പേരാ. വെണ്ടർ ചാണ്ടിയല്ലേ വരുന്നത്? കാശ് എത്ര ഉണ്ടെങ്കിൽ എന്താ വെണ്ടർന്നല്ലേ പേര്. ആ, ഞാനൊന്ന് കുളിക്കട്ടെ. കാക്ക വിളിച്ചാ കൊക്കാവൂ. ഞാൻ ചാണ്ടിയെ ഉദ്ദേശിച്ച. അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറ. ബാത്റൂമിലോട്ടോ. കാർഷിക കടമല്ലേ? അതെ. ജപ്തി ചെയ്യില്ല. ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള വഴിയൊക്കെ ഞാൻ ശരിയാക്കി തരാം. അമ്മ പോക്കോളൂ. ആ, ഇതാരും ചാണ്ടിച്ചനോ? 5.5 പുതിയ കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. ദുബായിക്കാരൻ ചെക്കനെ മരുമോനായിട്ട് കിട്ടിയതോടെ ചാണ്ടിയുടെ ശുക്രദശ തെളിഞ്ഞു. NRI മണിയല്ലേ ഒഴുകുന്നത്. കർത്താവ് അകത്തേക്ക് എല്ലാം പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് വന്നോണ്ട് കാശുള്ളവനെ രാജാവിനെ മുഖം കാണിക്കാൻ പറ്റൂ. എനിക്കറിയില്ലായിരുന്നു മോളെ നിങ്ങൾ ആരായിരുന്നു എന്ന്. നിങ്ങൾ അന്ന് പോയതിനു ശേഷം ജോസഫ് ഒന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അറിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചു എന്നോ. മോളോടും മോളുടെ അമ്മയോടും അറിഞ്ഞോ അറിയാതെയോ ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയോട് ക്ഷമിക്കണം. എന്തിനാ അങ്ങനൊക്കെ പറയണേ? അമ്മ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മേ, ഒരു വണ്ടിക്കുട്ടികളുടെ അമ്മ അല്ല ടീച്ചർ. പെങ്ങളെന്താ ഇവിടെ? ഉണ്ണി, നിനക്ക് ഇവിടെ മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ പണിക്ക് നിന്ന ദേവകിയുടെ മോള. ശാരി. ഇവളിപ്പോ കോട്ടപ്പുറം UP സ്കൂളിലെ ടീച്ചറാണെന്ന് വിശ്വസിക്കാനേ പറ്റണില്ല. പണ്ട് പരീക്ഷയുടെ തലേന്ന് വരെ ഇവളെ കൊണ്ട് ഞാൻ പാത്രം കഴിച്ചിട്ടുണ്ട്. പാവം. സ്കൂളില് ടെമ്പററി വേക്കൻസിയാ. എനിക്ക് മനസ്സിലായില്ല. ടെമ്പററി എന്ന് പറഞ്ഞാ 6 മാസത്തേക്ക്. അതല്ല, എനിക്ക് ഇന്നലെ കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ലോ കോളേജ് യൂണിയൻ ചെയർമാൻ, യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ വരാറുണ്ടല്ലോ. B. കൃഷ്ണകുമാർ. അല്ല, എന്താ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട്? ഞാൻ മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങളുടെ സ്കൂളിലും പരിസരത്തൊന്നും കുടിവെള്ളമില്ല. ഓ, അപ്പൊ കിണറാണ് ആവശ്യം. അതിന് അച്ഛൻ മതിയാവോ? അച്ഛനെല്ലാം കൊളാക്കിയാണ് ശീലം. ഇവൻ അച്ഛനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല. അത്രയ്ക്ക് ഒരുമയാ രണ്ടുപേരും തമ്മിൽ. എന്നിട്ട് കിണറിന്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടുത്തെ കോള കമ്പനി അടുത്തുള്ളതുകൊണ്ടാ സമീപ പ്രദേശങ്ങളിലൊന്നും വെള്ളമില്ലാത്തെന്ന് ആളുകൾ പറയുന്നത്. ഉള്ള വെള്ളത്തിലാണെങ്കിൽ വിഷാംശവും. ഇപ്പോ ഏതോ പുതിയ പ്ലാന്റ് കമ്പനിക്കാർ തുടങ്ങാൻ പോവാന്ന്. അതോടി വന്നാ ഈ നാട് കൊടും വരൾച്ചയിലായിരിക്കും. അതൊന്ന് തടയണം. ആ വർത്തമാനത്തിനിടയില് എന്റെ അമ്മ ആരോടോ പറഞ്ഞൊരു വെറുംവാക്കിന്റെ പുറത്താ ഈ വീടും ഞങ്ങളും തമ്മിലുള്ള ബന്ധം നാട്ടുകാരറിഞ്ഞത്. അതോടെ എല്ലാരും ഒപ്പിട്ട് നിവേദനം കൊടുക്കേണ്ട ജോലി എന്റേതായി. കൂടെ വന്നവരവിടെ മുൻവശത്ത് നിൽക്കുന്നവര്. കയ്യില് കാശ് എത്രയുണ്ട്? കാശോ? എന്റെ അച്ഛനായതുകൊണ്ട് പുകഴ്ത്തി പറയല്ല. ഭയങ്കര അഴിമതി വീരനാ. കോള കമ്പനിക്കാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ കാര്യം എളുപ്പം. അനാവശ്യം പറയാതെടാ. മോളുടെ കാര്യം ഞാൻ പോയി ഇവന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. ശരി. പിന്നെ വിളിച്ചത് കാര്യാക്കണ്ട കേട്ടോ. എന്ത്? പെങ്ങളേന്ന്. ഓ, അതിനെന്താ? അങ്ങനെ കണ്ടോളൂ. അയ്യോ, അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ 3 പെങ്ങന്മാരുണ്ട്. ഇനി ഒരെണ്ണം കൂടി താങ്ങാനുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല. അതുകൊണ്ട് തനിക്ക് തന്റെ പഴയ സ്റ്റാൻഡ് തന്നെ മതി. പഴയ സ്റ്റാൻഡോ? കുട്ടിക്കാലത്ത് ഞാനൊരു ലവ് ലെറ്ററിയും ഒരു കത്തി ഞാൻ തന്നില്ലേ? അന്നത് തമാശയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ആ തമാശ എന്റെ കൂടെ വളർന്ന് വളർന്ന് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സീരിയസ് ആയി. അന്ന് ഞാൻ സീരിയസ് ആയിരുന്നു. പക്ഷേ ഞാൻ വളർന്നപ്പോ ആ സീരിയസ് എന്റെ കൂടെ വളർന്ന് വളർന്ന് ഇപ്പൊ നേരി കണ്ടപ്പോ തമാശയായി. അതെന്താ? എനിക്ക് ബുദ്ധി വെച്ചതാ. ഏയ്, വെറുതെ ഒന്ന് പോടുന്നേ. ആ മോളെ, ഞാനവന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലും. കാത്തിരിക്കുക അവിടെ. ശരി. അതെ, വെറുതെ എന്തിനാ? താൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇപ്പൊ എന്താ ഉണ്ടാവണമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അച്ഛൻ. ആ വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. നിവേദനം എടുത്ത് കൊടുക്കുന്നു. എന്താ ഇത് നിവേദനം? ഓ, കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു. തൊട്ടടുത്ത് പഞ്ചപുച്ഛമടക്കി നോക്കി നിൽക്കുന്ന പിയേഴടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം. PA. ഇതാരാന്നറിയോ? ദേവകിയുടെ മോളാ. അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം.
തൊട്ടുപിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു. എന്തിനാ അച്ഛൻ ഇങ്ങനെ കളിയാക്കണേ? നന്നല്ല കേട്ടോ. എന്നാ വേഗം ചെല്ല് ചെല്ല്. ആ വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. എന്താ ഇത്? നിവേദനോ? ഓ, കുടിവെള്ള പ്രശ്നം അല്ലേ? ലക്ഷ്മി പറഞ്ഞു ഡോ കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം. ഇതാരാന്നറിയോ? ഇല്ല. നമ്മുടെ ദേവകിയുടെ മോളാ. ആന്നോ? വീട്ടിൽ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ എന്താ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. 2 തറക്കല്ലൊരു നാടമുറി. ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങൾ നടക്കില്ല, നടത്തില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? കളക്ടറേറ്റ് വഴി ഒന്ന് മൂവ് ചെയ്യാം. വാ. മീനൂട്ടിയെ, ഇത് കളക്ടറുടെ വൈഫ്. ഇത് ആരാന്ന് മനസ്സിലായ മീനൂട്ടിക്ക്? ഇല്ല. ആ, നമ്മുടെ ദേവകിയമ്മയുടെ മോളാ ശാരി. അയ്യോ, ഇത് ആളാകെ മാറിപ്പോയല്ലോ. അപ്പൊ നീയോ? ആൾക്കിപ്പോ കോട്ടപ്പുറ സ്കൂളിലാ ജോലി. ദേവകിയെ പോലെ തൂപ്പു ജോലിയാണോ സ്കൂളില്? അല്ല, ടീച്ചറാണ്. ഓ, നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിലേ നിനക്കും ഇതുപോലെ അന്തസ്സുള്ള ജോലി കിട്ടില്ലായിരുന്നോ? ഇതിപ്പോ കളക്ടറുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അടുക്കളപ്പണി തന്നെയാ. ശോഭേച്ചിക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. മാറുകയില്ല. അതെ, കോട്ടപ്പുറ സ്കൂളിലാണെന്നല്ലേ പറഞ്ഞത്? അവിടെ ജയപ്രസാദ് പേരിൽ ഒരു മാഷിനെ അറിയോ? കവിതയൊക്കെ എഴുതാറില്ല. അറിയാം. ആള് വിചാരിക്കും പോലെ നല്ലട്ടോ, ഭയങ്കര ബ്രില്യന്റാ. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. എടി, 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 ഒന്നും നിർത്തടി. ഒരാളെ കിട്ടിക്കഴിഞ്ഞ അപ്പ കൊന്നോളും. ഇങ്ങനെ ഒരു കത്തി. പോയട്ടെ. വാ പോവാം. കൂടെ വന്നവരൊക്കെ വിളിച്ചോളൂ. ശരി, വരൂ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു IPS കാരൻ കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പൗത്രം പറഞ്ഞപ്പോ താനായിരിക്കും ഞാൻ കരുതിയില്ല. ഇതിനു മുമ്പ് നമ്മൾ 1-2 പ്രാവശ്യം ഒഫീഷ്യലായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? സർ, അളിയൻ കാണാൻ വന്നിട്ടുണ്ട് സർ. വെയിറ്റ് ചെയ്യാൻ പറയും സർ. അളിയൻ ന്യൂസൻസ്. കണ്ണി കണ്ട് ചെമ്മാനും ചെരുപ്പൂത്തിയെ കണ്ട് കളക്ടറെ കാണാൻ എത്തിക്കോളൂ. ബന്ധവും പറഞ്ഞു. അതെ, സാർ അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോട്ടോ. നമ്മൾ എത്ര നാളായിട്ട് സമരം ചെയ്യാം, പക്ഷെ ഗവൺമെന്റ് അവരുടെ കൂടെയാണ്. ഇന്നും കൊണ്ടൊരു പട കുടുംബത്തിന്റെ ശാപമാ. അല്ല, ഏതൊരു തറവാട്ടിലും കാണും ഇതുപോലൊരു ജന്മം. മാനം കെടുത്താനായിട്ട്. ആളെനിക്കറിയാം. 2-3 വട്ടം ശരിക്കൊന്ന് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. ശരി, അവിടെ നിൽക്കട്ടെ. നിന്ന് കാലം കഴിയുമ്പോൾ താനേ അങ്ങ് പോയിക്കോളൂ. ഐ എം സോറി. ടീയോ കോഫി? കോഫി 2 കോഫി. ഈ സർക്കാരിന് നക്കാപ്പിച്ച ശമ്പളം മേടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ്. കൊറേ നേരമായല്ലോ. എനിക്ക് വേണ്ടി ഇങ്ങനെ. ഏയ്, ഒരു നാടിനും കൂടി വേണ്ടിട്ടല്ലേ. കുഴപ്പമില്ല. അളിയാ, CM-ന്റെ അളിയാ, എന്നെ മറന്നു അല്ലേ? 3 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണു. വാ അളിയാ, ഇത് ശാരി. അളിയനും മച്ചമ്പയൊക്കെ അങ്ങ് വീട്ടില്. കോൾ മീ സർ. സാർ, ഞാൻ ഇവരുടെ ഒരു പ്രശ്നപരിഹാരത്തിന് വന്നതാ. കുടിവെള്ളത്തിൽ കാഡ്മിയം അടങ്ങി. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ നീ ആരാ? എന്താ പ്രശ്നം? ഈ കോള കമ്പനി തുറന്നതിന് ശേഷം ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വലിയ കഷ്ടപ്പാടാ സാറേ. കോള ഫാക്ടറി തുറന്നുകൊണ്ടാ കുടിവെള്ളം ഇല്ലാത്ത നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ ആരാ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ എടുക്കും തോറും കുറയുന്നല്ല നമ്മുടെ ജലസ്രോതസ്. മനസ്സിലായോ? തൽക്കാലം കുടിവെള്ളത്തിൽ ഏർപ്പാടൊക്കെ ചെല്ലാം. പൊയ്ക്കോ. പിന്നെ ഇതുപോലുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരുമ്പോ ഇമാതിരി പീര രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്ന കളക്ടറെ ഒന്ന് നേരിൽ കാണാൻ പറ്റുന്ന പോലും വരില്ല. മനസ്സിലായല്ലോ? സാർ, ഈ IAS എന്ന 3 അക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് വെറുപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. ജനസേവനത്തിന്. ഏയ്, നേരത്തെ പറഞ്ഞില്ലേ ചില പീറ രാഷ്ട്രീയക്കാരെന്ന്? അവരോട് ഇടപെടണമല്ല, എന്നോട് ഇടപെട്ടാണ്ടല്ലോ. അളിയൻ കളക്ടറായിരിക്കുമ്പോൾ ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. എൻ്റെ തെറ്റ്. ഞാൻ കാരണം നിങ്ങളുടെ കാര്യം കൂടി. സോറി. നിനക്ക് നാണമില്ലടാ എന്റെ ഭർത്താവിന്റെ ഓഫീസിലേക്ക് കണ്ണിക്കണ്ട വാലിക്കാന്റെ മോളുടെ കാര്യം പറഞ്ഞ് കേറി നിരങ്ങാൻ? ഏട്ടന്റെ തൊലി ഉരിഞ്ഞു പോയി. അതെന്നെ. എന്തായാലും ഉരിഞ്ഞ തൊലി കളയണ്ട. ലെതറിന് പകരം ഉപയോഗിക്കാം. ചെരുപ്പുണ്ടാക്കാൻ. കണ്ടാമരത്തിന്റെ തൊലി തേയില്ലടി. ഇനി മേലിൽ ഓരോന്ന് പറഞ്ഞ് ഗോപിയേട്ടന്റെ ഓഫീസിലേക്ക് കേറി ചെല്ലേ, അപ്പൊ കാണാം. നിനക്ക് സ്ത്രീധനം കൊടുത്ത കാശ് കൊണ്ട് സ്ഥാപിച്ച അല്ല കളക്ടറേറ്റ്. അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പലരും വരും. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും ഒരു പബ്ലിക് സർവന്റാ നിന്റെ കളക്ടർ.
ആ സേവനത്തിന് ജനങ്ങളിൽ നിന്ന് തന്നെ കരം പിരിച്ചെടുത്ത് മാസം മാസം സർക്കാർ ശമ്പളമായിട്ട് നൽകുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നാലെന്താ എന്നെ പിടിച്ച് മൂക്കി കയറ്റി? എന്താ ഇവിടെ ഒരു ശബ്ദം? കോട്ടപ്പുറത്ത് താമസിക്കുന്ന കാമുകിക്ക് കുടിവെള്ളമില്ലെന്ന് കാമുകന്റെ വേവലാതിയാ. മിനറൽ വാട്ടർ കുളിക്കുന്ന നിങ്ങൾക്കൊന്നും കുടിവെള്ളത്തിന്റെ വില മനസ്സിലാവില്ല. കണ്ടില്ലേച്ചാ, വാലിക്കാരിയുടെ മകളെ പറ്റി പറഞ്ഞനാ ഇത്ര ചൊടിപ്പ്. അതെങ്ങനെയാ? മൊട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് എഴുത്തു കൊടുത്തവനല്ലേ നീ? ഇക്കണക്കിന് അവളെയും കിട്ടി നീ ഈ കുടുംബത്തിൽ കയറി വരില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ല, സംഭവിക്കാം. നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു. കോട്ടപ്പുറം കോള കമ്പനിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇടപെടാതിരിക്കാം. ആ കമ്പനി അവിടുന്ന് മാറ്റി സ്ഥാപിക്കണം. പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടക്കാനും പാടില്ല. നിന്നെ പോലുള്ള പേട്ട് രാഷ്ട്രീയക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചിടപെട്ടാ പോലും പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഞാൻ നടത്തും. ചന്ദനക്കാട്ടിൽ ബാലഗംഗാധര മേനോന്റെ മകനാണ് ഈ ഞാനെങ്കിൽ ആ ഉദ്ഘാടനം നടക്കില്ല. നിനക്കൊരു ചുക്കും ചെയ്യാനൊക്കെടാ. ഉദ്ഘാടനം തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഇവർക്ക് മുന്നിൽ വെച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്താ പ്രശ്നം? ഉണ്ണി, ഈ ഉദ്ഘാടനം മുടക്കരുത്. ഞാനല്ലല്ലോ മുടക്കുന്നത്, കോടതിയല്ലേ. പ്രശ്നം? എക്സ്ക്യൂസ് മീ. ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നവരെ കമ്പനിയുടെ ഉദ്ഘാടനവും പ്രവർത്തനവും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ. മന്ത്രിക്ക് മേൽ പരുന്തും പറക്കില്ലെന്ന് സാർ കരുതിയെങ്കിൽ തെറ്റി. ലെജിസ്ലേറ്റീവിനേക്കാൾ പവർ ജുഡീഷ്യറിക്കാ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഈ ജില്ലാ കളക്ടർ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏത് സംരംഭങ്ങൾക്കും ഞങ്ങൾ എതിരല്ല. പക്ഷെ അതിവിടുത്തെ മണ്ണും ജലവും എന്തിനെ ശ്വസിക്കുന്ന വായു പോലും മലിനപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുരാഷ്ട്ര കുത്തയ്ക്കും തീരെ എഴുതി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കുടിവെള്ളം ജനങ്ങളുടെ അവകാശമാണ്, അത് പെപ്കോ കോളയുടെ ഔദാര്യമല്ല. ഹലോ ഹലോ, ഞാൻ ഷാരിയ. എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പൊ എവിടെയുണ്ട്? സ്കൂളിൽ നിന്നാ. എന്തെങ്കിലും പ്രശ്നം? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു കാര്യം പറയാനായിട്ട് എങ്ങനെ പറയണ്ടേന്നറിയില്ല. ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? നേരിട്ട് കാണാൻ പറ്റുമെന്നോ? എപ്പ കണ്ടെന്ന് ചോദിച്ചാ പോരെ? 4 മണിക്ക് സ്കൂൾ വരെ ഒന്ന്. ഓ, ഞാനും കാണാൻ കാത്തിരിക്കല്ലേ. സുന്ദരി ഒന്നു പറയൂ പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം ഇനി പറയൂ. പറയാം, ഞാൻ പറയാം, കൊതിച്ചതെല്ലാം പറയാനിരുന്നതെല്ലാം ഇനി പറയാം. ഒരുങ്ങാം, ഇനി കൊണ്ടാടാം, തുടങ്ങാം പുതു പ്രണയോത്സവം. സുന്ദരിയൊന്നു പറയൂ പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം ഇനി പറയൂ. പറയാം, ഞാൻ പറയാം, കൊതിച്ചതെല്ലാം പറയാനിരുന്നതെല്ലാം ഇനി പറയാം. താമര കണ്ണുകളിൽ തളിരിട്ടതെന്നൊരു പൊന്നും പുലർക്കാലം. ആ മലർമൊഴിയിലെ അനുപമലഹരിയിൽ ഏതോ
വസന്തം രാവിന്റെ കൊമ്പിലേറാ പാടി നിന്റെ പട്ടായ പാട്ടൊക്കെ നിലരാവിന്റെ കൊമ്പിലേറാ പാടി പാട്ടിലെ തേൻ കുടമന്നെന്റെ മനസ്സായി വെള്ളിയരഞ്ഞാണം കിലുങ്ങിയ നദിയിൽ ഒന്നിച്ചലഞ്ഞു നാം കുന്നിക്കുരു പെരുക്കി കുന്നിമരച്ചോട്ടിൽ കൊഞ്ചി കളിച്ചു നമ്മൾ ഇന്നാദ്യമായി തമ്മിൽ കണ്ടതല്ല നമ്മൾ ഇന്നാദ്യമായി തമ്മിൽ അറിഞ്ഞതല്ല ഇന്നത്തെ കാറ്റത്ത് വീണതല്ല പ്രേമം കണ്ണിക്കിനാവായി കുറുത്തതല്ല നീ പൊക്കോ. ഓ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ബുദ്ധിമുട്ടായോ? ശാരി എന്നെ ഏത് പാതാളത്തിലേക്ക് വിളിച്ചാലും എനിക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, ഇതിനൊക്കെ ബുദ്ധിമുട്ടില്ലേ പിന്നെ എന്തിനാ ബുദ്ധിമുട്ട്? എന്താ എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? അത് എങ്ങനെ തുടങ്ങണ്ടേന്ന് എനിക്ക് എങ്ങനെ വേണമെങ്കിലും തുടങ്ങിക്കോളൂ. അല്ല, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കാന്ന് പറയണത് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ തെറ്റാന്ന് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞെന്ന്? അപ്പൊ തെറ്റല്ലല്ലോ. ഈ ഇഷ്ടം പ്രേമം എന്നൊക്കെ പറയണത് പവിത്രമാണ്, പരിപാവനമാണ്. അതിന് പ്രായവും പരിമിതികളൊന്നും ഒരു പ്രശ്നമല്ല. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് കുമാരനാശൻ പറഞ്ഞിട്ടില്ലേ? മനസ്സുകൾ തമ്മിലുള്ള ഐക്യം, പൊരുത്തം, പിന്നെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വത, അത് മതി പരിശുദ്ധമായ പ്രണയത്തിന്. എനിക്കും അത്രയൊക്കെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം എന്നൊക്കെ പറഞ്ഞ എന്താ അന്തരം? പോവാൻ പറയണം. ഇങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പുകൾ ഉണ്ടാവും, സ്വാഭാവികം. നമുക്കത് മനസ്സിലാവും. പക്ഷെ ആ എതിർപ്പുകളുടെ കോട്ടമതിലുകൾ തച്ചുടച്ചൊന്നാകണം. എപ്പോഴായാലും ചേരേണ്ടവർ തമ്മിലേ ചേരൂ. ചേർക്കണം, എന്നാലേ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് 3-4 കുട്ടികളാവുമ്പോ ഈ എതിർപ്പുകളൊക്കെ കാറ്റിൽ പറത്തിവിട്ട പട്ടം കണക്കെ പറന്ന് എങ്ങനെ അങ്ങോട്ട് പൊക്കോളും. നമ്മുടെ കല്യാണോ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പിന്നെന്താ ഉദ്ദേശിച്ചത്? പ്രസാദ്, ഇത് പ്രസാദ്, ഈ സ്കൂളിലെ മാഷാ. ഹലോ. ഇവക്ക് ഭയങ്കര പേടിയായിരുന്നു. ഏട്ടന്റെ നല്ല മനസ്സാണ്, പറഞ്ഞാ മനസ്സിലാവുന്നൊക്കെ ഞാനാ പറഞ്ഞത്. ഇപ്പൊ സന്തോഷായില്ലേ? മീനൂട്ടി, എന്താ ഇത്? എന്നാലും നീ സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് അടുത്തുപോയി. പിരിയാൻ പറ്റണില്ല. ഒരുപക്ഷെ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ എനിക്കൊരു കല്യാണാലോചന നടക്കുന്ന കാര്യം. ഏതാണ്ട് ഉറപ്പിച്ച പോലെ
അച്ഛൻ IAS IPS വീട്ടിൽ നിറയ്ക്കാനുള്ള ശ്രമത്തില. പക്ഷെ എന്റെ ഇഷ്ടം അറിയാൻ ആർക്കും താല്പര്യമില്ല. ചോദിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ആരും. എനിക്കിപ്പോ പറയാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ. തെറ്റായിട്ട് പറയുകയല്ല. മന്ത്രിയുടെ മകൾ, കോടീശ്വരി, നല്ല വിദ്യാഭ്യാസം, സുന്ദരി. ആർക്കും മോഹം ഉണ്ടാവും. ഞാൻ അറിഞ്ഞിരുന്നില്ല മന്ത്രിയുടെ മകളാണെന്നൊന്നും. ഒരു പക്ഷേ എൻ്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാവാം മീനു അത് മാത്രം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എന്നൊരു പരിധി വെച്ചിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങമാർ. അവരുടെയൊക്കെ ഏക പ്രതീക്ഷയും അത്താണിയും ഞാൻ തന്നെയാണ്. MPhilന്റെ റിസൾട്ട് വന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കോളേജിൽ ലെക്ചർ പോസ്റ്റ് ഉറപ്പാ. അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും. അതിനൊക്കെ തരണം ചെയ്യാനുള്ള തൻ്റെ അവിടെ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. ദേ വരുന്ന എന്റെ ഒരേ ഒരു സൽപുത്രൻ. നാട് ഭരിക്കുന്ന മന്ത്രിയൊക്കെ നാട് ഭരിച്ചാലല്ലേ തിരക്കറിയാൻ പറ്റും. അല്ല, ഞാൻ മോനെയാണ് ഉദ്ദേശിച്ചത്. നേരെ അടുക്കളയോട്ട് പോവാന്നോ? ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ? മീനൂട്ടിയുടെ കല്യാണം ഉറപ്പിക്കുക. ഓ, അത് ശരി. ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ ASP ആയിട്ട് ഒരു ബിസിനസ് എന്ന്. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ? ഇപ്പൊ ഉറപ്പിക്കും. ഹലോ, ഐ ആം ഹരീന്ദ്രൻ ഫ്രം സിംഗപ്പൂർ. ഏയ്, ഒരു മിനിറ്റ്. ഇനി ഹരീന്ദ്രൻ സാർ ഇരിക്കുക. അല്ല, ചുമ്മാ കയറി നിൽക്കണ്ടല്ലോ. ഈ കല്യാണം നടക്കില്ല. അവൾക്ക് വേറെ ചെറുപ്പക്കാരൻ ഇഷ്ട. പയ്യൻ കോട്ടപ്പുറ സ്കൂളിലെ മാഷ, പേര് പ്രസാദ്. അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാത്ത നിലയ്ക്ക് ഇതിന്ന് പിന്തിരിയല്ലേ ബുദ്ധി. അതല്ലേ നല്ലത്. പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്കൊരു പ്രശ്നമല്ല. അല്ല, ഇതിൽ ഇടപെടാൻ താനാരാ? ഞാൻ അവളുടെ ഓരോ ആങ്ങള. എനിക്ക് പെണ്ണിന്റെ അച്ഛനുമായിട്ടാണ് ഡീല്. ഇവിടുത്തെ മന്ത്രിക്ക് ഒരു IPS കാരനെ ആവശ്യം. എനിക്കൊരു മന്ത്രി, ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ഓ, അത് ശരി. അങ്ങനെ ഒരു ബന്ധമാണ് അച്ഛനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിലാണ് കല്യാണം കഴിച്ചൂടെ? ഒരു ഗിവ് ആൻഡ് ടേക്ക്. അയ്യോ, ഞാനില്ല, എന്നെ ഒഴിവാക്കിയേക്ക്. നിങ്ങൾ തമ്മിലാവുമ്പോ നല്ല ചർച്ചയായിരിക്കും. മേഡ് ഫോർ ഈച്ച് അതറാ. അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും എടുക്കണ മകനെ. വാ മോളെ. നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല. പിന്നെ എന്തിനാ വേഷം കിട്ടില്ല? മോളാത്തേക്ക് അച്ഛന്റെ വെറും നേരം പോക്കളല്ലേ ഇതൊക്കെ. ചുമ്മാ അമ്മേ. ആ, അപ്പൊ ഇറങ്ങല്ലേ? അവിടെ ASP മോൻ പോവാൻ ധൃതി കാണിക്കണു. ചെല്ലെ. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അച്ഛനെന്ത് IAS IPS ഒക്കെ കാണുമ്പോ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ, വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണോ? അല്ല, പറഞ്ഞു കൊടുക്ക സാറേ, ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് എന്താ അത്ര ഭ്രമമെന്ന്. ദേ, ഒരു IPS കാരനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയിരിക്കുക. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ എന്ന് ചിലര് പറയുമെന്ന്. ഇപ്പതാ കളക്ടറെ കൊണ്ട് ലീവ് എടുപ്പിക്കാൻ പോവാ 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ. ഇതുമൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു IAS കാരന്റെ IPS കാരന്റെയും സേവനം. അയ്യോ, അതോർത്ത് സാർ സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാകുന്നോണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. അത് മോൻ സാർ മനസ്സിലാക്കണം. അച്ഛന് വെട്ടിപ്പിടിക്കാനും ഷോ കാണിക്കാനും എന്തിനാ സ്വന്തം കുട്ടികളുടെ ഇഷ്ടങ്ങൾ കുരുതി കൊടുക്കുന്നത്? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ മീനുട്ടിയുടെ ഇഷ്ടത്തെ കുറിച്ച്. ഇനിയെങ്കിലും അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി കൊടുക്ക്. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ തീരുമാനിച്ച കല്യാണം നടക്കൂ. എന്തിനാ അച്ഛൻ എത്ര വാശി? ഞാനും അച്ഛന്റെ മോൻ തന്നെയാ. അതേ വാശി തന്നെ ഞാൻ പറയാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ. കാണാം. ഇതൊന്നും ഞാനത്ര വലിയ കാര്യമാക്കുന്നില്ല സർ. എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ പ്രശ്നം അതല്ല. പെണ്ണിന്റെ സ്നേഹബന്ധത്തിന് സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോ അവനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ണം വെച്ചാൽ പത്രക്കാർ വേറെ കഥകൾ ഉണ്ടാക്കും. ഇത് കൊല്ലാനും വയ്യ വളർത്താനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലപ്പോ അച്ഛൻ ടെൻഷൻ അടിച്ച് വെറുതെ BP കൂട്ടല്ലേ. സർ, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇറങ്ങുന്നു. സർ, ഒരു മിനിറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാതെ സാറിന് അറിയാലോ. അച്ഛാ, അച്ഛൻ്റെ മൊബൈലൊന്നും തന്നേ. ഹലോ. ആ, പൗത്രന് പേര് പ്രസാദ്. കോട്ടപ്പുറം UP സ്കൂളിലെ കണക്ക് വാദ്യാർ. രാഷ്ട്രീയ വൈരാഗ്യം. പിന്നെ വിവരങ്ങൾ അപ്പപ്പോ എന്നെ അറിയിക്കണം. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? അച്ഛൻ ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. നമ്മുടെ മീനുവിന്റെ കല്യാണം മാന്യമായി നടത്തണ്ടേ അച്ഛാ?
ഇപ്പൊ പോയിക്കോ, നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം. അമ്പലത്തിൽ വരുമ്പോ പറയും ലൈബ്രറിയിൽ വെച്ച് കാണാന്ന്. ലൈബ്രറിയിൽ വരുമ്പോ പറയും പ്ലീസ്, ഇത് സ്കൂളാണ്. ആണോ? ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ആണെന്ന്. ദേ ഞാനൊരു കാര്യം പറയാം, എന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. അന്ന് കളിയാക്കി വിളിച്ച ഇനി ഇങ്ങനെ ഒഴിപ്പാൻ തന്നെയാണ് പ്ലാനെങ്കിൽ ഞാൻ അയാളെ കെട്ടി അങ്ങ് പോവും. ഓ ആയിക്കോട്ടെ. എന്നിട്ടേ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടിയെ ഞാൻ ഇവിടെ തന്നെ പഠിപ്പിക്കും. എന്നിട്ട് കൊച്ചിനെ നോക്കി പറഞ്ഞാൽ മതി, എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ എന്ന്. കേട്ടോ മീനുട്ടി? എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ. ഓ, ഇങ്ങനെ ഒരു മണിക്കൂസിനെയാണല്ലോ ഈശ്വര ഞാൻ സ്നേഹിച്ചത്. ഇന്ത്യയുടെ ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. പവിത്ര എന്തോ? നിനക്കാ. ഹലോ പവിത്ര സാറല്ലേ? ഞങ്ങൾ സ്കൂളിലെത്തി. ആ, ഇനി ഈ നമ്പറിലേക്ക് വിളിക്കണ്ട. ആ ശരി ശരി, ഓക്കെ. +9 = 25. ഇനി എല്ലാവരും ഇത് എഴുതിയെടുത്തോളൂ. എന്താടോ ചത്തവന്റെ പേര്? പ്രസാദ്. അച്ഛന്റെ പേര് നാരായണൻ. പ്രസാദിന്റെ അച്ഛൻ നാരായണേട്ടാ. പ്രസാദ് എപ്പോഴും പറയുമായിരുന്നു അച്ഛനെ കുറിച്ച്. വിഷമിക്കരുത്. എക്സ്ക്യൂസ് മീ സാർ, പ്രസാദിന്റെ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും? പ്രസാദിന്റെ മരണം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ചൂട് മുശിരുള്ള ഒരു സജീവ പ്രവർത്തകൻ. പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ചുളുവിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയെടുക്കുക. ആ പാവത്തിന് രാഷ്ട്രീയം എന്താണെന്ന് അറിയുമല്ല. എന്താ സാർ, കൊലപാതകയെ കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ? പട്ടാ പകൽ എല്ലാവരുടെയും മുമ്പിലിട്ട് എന്നിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ നാണക്കേടാണ് സാർ. താൻ എന്തിനാ എന്റെ അടുക്ക ചൂടാവുന്നേ? അധികാരമുള്ളവർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിയൂ. അധികാരമുണ്ടോ എനിക്ക്? എങ്കിൽ താൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ. രാജ്യത്തിന്റെ തന്നെ അഭിമാനമാണ്. എടോ, കൊലപാതകയെ പറ്റി വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ സാറിനെ അവരെ അറസ്റ്റ് ചെയ്തൂടെ? വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സാക്ഷികൾ വേണം. അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പുല്ല് പോലും ഇറങ്ങിപ്പോരും. സാക്ഷി പറയാൻ ആളുണ്ടാവണം. ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിലോ അധികാരികളുടെ ഒക്കെ ഉത്തരവിന് മേലെ നിന്നുകൊണ്ട് ഞാൻ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം. ശിക്ഷ വാങ്ങിക്കൊടുക്കാം. കുട്ടികളുടെ മുന്നിലിട്ട് കുട്ടികളുടെ ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. പ്രസാദിന്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ അവരുടെ കണ്ണീര് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ? വേണ്ട കുഞ്ഞെ, അവരൊക്കെ വലിയ വലിയ ആളുകളാ. എനിക്ക് ഇവളല്ലാതെ വേറെ ആരുമില്ല. കൊള്ളാവുന്ന ഒരുത്തരെ ഇവളെ കൈപിടിച്ചു കൊടുത്ത് മനസമാധാനത്തോടെ മരിക്കണം എന്നാ എന്റെ ആഗ്രഹം. ശരി, പ്രസാദിന്റെ കൊലപാതകത്തിൽ നിന്ന് നമുക്കങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂ? ഒരു തരത്തിലും നമുക്കില്ലേ പങ്ക്? താൻ ഒരാൾ വിചാരിച്ചാല് കൊലപാതകയെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും, വ്യക്തമായ സാക്ഷിമൊഴികളോടെ. എന്നെ വിശ്വാസമില്ല ശരിക്ക്. ഞാൻ വരാം, ഏത് കോടതിയിൽ വേണമെങ്കിലും. മോളെ, ഒരു കുഴപ്പമുണ്ടാവില്ലമ്മേ. ഇവനാണ് മുഖ്യ പ്രതി, വെട്ടൂർ ശിവൻ.
ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി വളച്ചൊടിച്ചതിന് പിന്നിൽ ആരാണെന്ന് ഇവന് അറിയാം. പക്ഷെ പറയില്ല. നീ കാരണം എന്റെ പെങ്ങള് പോലീസ് സ്റ്റേഷനായി പോയി. സാർ ഇവിടെ നിൽക്കണോ? അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചനെ കേട്ടോ. ഞാൻ നിൽക്കുന്നത് താൻ കാര്യാക്കണ്ട. കൊടുക്കടോ. തന്റെ പെങ്ങളെ കെട്ടായിരുന്നവനല്ലേ ഇവൻ കൊന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇടിക്കുന്നതിനേക്കാളും പവർ തന്റെ കഴിക്കാം. നോക്കി നിൽക്കാതെ കൊടുക്കണോ. തിരിച്ചടിക്കാൻ തന്റെ അച്ചു വീടോ? ഇടിച്ചു തന്നെയോ? ഇടിക്കടോ. എന്താണോ നോക്കി നിൽക്കുന്നത്? ആ ട്യൂബ് മാറ്റിയിടാൻ പറഞ്ഞത് എത്ര ദിവസമായി? പോയി മാറ്റിട്ടോ. എന്താ സാർ? ഒന്നുമില്ലടോ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിടികൂടിയപ്പോ പറ്റിയ മുറിവുകളാണ് ദേഹത്തെന്ന് FIR എഴുതി ചേർന്നു. സാർ പറയടാ, ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തത്? പറയാൻ ആരാടാ നിന്റെയൊക്കെ പിന്നിൽ? ഒരു ചാൻസ് കിട്ടിയെന്ന് ചോവറാക്കരുത്. അവൻ ചത്തുപോവും. പിന്നെ ലോകം മർദ്ദനം, CAക്ക് സസ്പെൻഷൻ. വെറുതെ എന്തിനാ എന്റെ കഞ്ഞിയില്? തൽക്കാലം ഇവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അവന്റെ മേലെ കുറച്ച് പണിയുണ്ട്. എന്നിട്ട് ഞാൻ അവനെ കൂടെ സത്യം പറയിപ്പിച്ചോളാം. താൻ ചെല്ലേ. നീ എന്താ കോടതി പോണെന്നോ സാക്ഷി പറയുന്നൊക്കെ കേട്ടല്ലോ? ശരിയാണോടി? നീ കണ്ടതല്ലേ കൺമുമ്പിൽ വെച്ചൊരു പാവത്തിനെ കുത്തി നുറുക്കിയത്? നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? നിന്നെ പോലെ ഉള്ളവരാടി ഞങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും വഴിതെറ്റിക്കുന്ന. പേടിച്ചു പോയോ? ഞാൻ അങ്ങനെയാ, പെട്ടെന്ന് വയലന്റ് ആയി പോകും. മോള് കോടതി പോണം. ഒന്നും കണ്ടിട്ടില്ല, ആരാണെന്ന് അറിയില്ല. അങ്ങനെ സാക്ഷി പറഞ്ഞാ മതി. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ കാണേണ്ടി വരരുത്. രണ്ടുപേരോട് 1000 വട്ടം ഞാൻ പറഞ്ഞതല്ലേ, കല്യാണ പ്രായ പെണ്ണ. ഇനി ആരിവളെ? എല്ലാം തൊലച്ചില്ലേ? അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. ആര് വിശ്വസിക്കും? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. എങ്ങനെ ആശ്വസിപ്പിക്കണ്ടെന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് പറയുന്നത് ശരിയാണോന്നും അറിയില്ല. ഒരു സഹതാപത്തിന്റെ പുറത്ത് ചോദിക്കുന്നതല്ല. എനിക്കിഷ്ടമാണ് അവളെ. ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ. രാഷ്ട്രീയ കുടുംബമല്ലേ, അവസരത്തിനൊത്ത് പലതും പറയും. നാളെ അത് മാറ്റിയും പറയും. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നീ കൊടുത്ത കത്ത് മേടിച്ചു എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കിയതല്ലേ ഞങ്ങളെ. ഇപ്പതാ സാക്ഷി പറയാൻ കൊണ്ടുപോയി അവളുടെ ജീവിതവും നശിപ്പിച്ചു. ഇനി എന്ത് വിശ്വസിച്ച അവളെ നിന്റെ കൂടെ അയക്കേണ്ടത്? കൊല്ലൂല്ലെന്ന് എന്താ ഉറപ്പ്? മന്ത്രിയുടെ മോൻ എന്ന പദവിയല്ലാതെ ഇവളെ കൊണ്ടുപോയി പോറ്റാൻ നിനക്ക് വല്ല ജോലി ഉണ്ടോടാ?
ഇനി മേലാൽ ഇമാതിരി വർത്താനം പറഞ്ഞ് ഈ വീടിന്റെ പരിസരത്തെങ്ങാനും വന്ന ദേവകിയുടെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. അമ്മേ, നീ ഒന്നും ഉണ്ടായിരടി. ഇറങ്ങി പോകുന്നുണ്ടോ? നിന്നെ ഒഴിവാക്കി നിന്റെ പെങ്ങളെ എങ്ങനെ കെട്ടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നിന്റെ അച്ഛനും അളിയന്മാരും കൂടി തല പുണ്ണാക്കുമ്പോഴാ ദൈവം ഇങ്ങനൊരു അവസരം എന്നെ മുന്നിൽ എത്തിച്ചെന്നത്. ആദ്യം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന CI വിജയനെയും ഗ്രൂപ്പിനെയും ഒരു അന്വേഷണത്തിന്റെ ചുമതല കൊടുത്ത് ഞാൻ സേലത്തേക്ക് അയച്ചു. ഇനി ഇവിടെ വെച്ച് നിൽക്കിട്ട് തന്നാലും കൊന്നാലും ചോദിക്കാൻ ആരുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നീ എന്റെ അളിയനാകാൻ പോലെ. ഒരേ ഒരു അളിയൻ. ഒരു പ്രതിയെ പിടിച്ചാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന നിയമം. പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന റൂൾസ്. എന്തായാലും എന്റെ കല്യാണം കഴിയുന്നവരെ അളിയനെ ഈ മുക്കയും ക്യാമ്പിൽ തന്നെ കിടന്നു എന്റെ ഈ കല്യാണക്കുറിയും വായിച്ചോണ്ട്. എന്നാ പിന്നെ കല്യാണത്തിന് ശേഷം തറവാട്ടി നമുക്ക് കാണാം. വരട്ടടാ അളിയ. ഇതുവരെ റെഡി ആയില്ലേ? വരണം കൂട്ടർ ഇപ്പൊ ഇങ്ങ് എത്തും. പവിത്ര, ഉണ്ണിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഫോണിൽ കിട്ടിയപ്പോ ഞാൻ വിവരം പറഞ്ഞതാ. അവനെന്തോ തിരക്കിലാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ശരി. സ്വന്തം പെങ്ങളുടെ കല്യാണത്തിനെന്ന് അവന്റെ ഒരു തിരക്ക്. അവനിങ്ങ് വരട്ടെ. പബ്ലിക് വല്ല അടിച്ചു കയറുന്ന ഓഡിറ്റോറിയത്തിന് ഫുൾ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? മകളെ എല്ലാം റെഡിയാ? കുഴപ്പമൊന്നുമില്ല അല്ലേ? അച്ഛൻ ടെൻഷൻ അടിക്കാതെ. 2-3 VIP സീറ്റുകൾ ഒഴിച്ചിടണം. കേന്ദ്രമന്ത്രി വിശാൽ ശർമ്മ എയർപോർട്ടിൽ എത്തിക്കാനായിട്ടു. ഓക്കെ. മോളെ, 7 ദിവസം മുഖ്യം ക്യാമ്പിൽ കടത്തിയിട്ട് ജഡ്ജ്മെന്റ് പറഞ്ഞു കേട്ടില്ലേ? ഇന്നലെ ഉച്ചയ്ക്ക് കസ്റ്റഡിയിലെടുത്താണെന്ന്. എന്തായാലും FIR ശിക്ഷ ഇളവ് കിട്ടാനുള്ള ചാർജേ ഉള്ളൂ. നിന്നെ ഒഴിവാക്കി നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താനുള്ള തന്ത്രമായിരുന്നു അതിന് പിന്നിൽ. അത് വെറും കല്യാണമായിരുന്നില്ല. കേന്ദ്രം ഭരിക്കുന്നവരടക്കം കേരളത്തിലെ സകല മന്ത്രിമാരുണ്ടായിരുന്നു. ആരുണ്ടായാലും എന്താ, ഒരേ ഒരു മകനെ ജയിലിൽ അടച്ചിട്ടല്ലേ.
ഇതാര് അളിയോ? ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ലക്ഷണമുണ്ടല്ലോ. അളിയൻ ഇത്ര ദിവസം എവിടെയായിരുന്നു? നീ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അളിയന് പോയി ഒരു ചൂട് ചായ എടുത്തോണ്ട് വാ. ചെല്ല്. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നത്? കാണണ്ട നിന്നെ എനിക്ക്. വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ നാട് നന്നാക്കാൻ നടക്കുന്നു. മന്ത്രിയായി നിന്റെ അച്ഛനൊക്കെ തിരക്കുണ്ടോടാ നിനക്ക്? ഞാനില്ലായിരുന്നെങ്കിൽ എന്താമേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ എല്ലാരും ഉണ്ടല്ലോ. എത്തിയോ വിമതൻ? വിമതൻ ചെറുപ്പകാലത്ത് ആവേശമായിരുന്നു എനിക്ക് എൻ്റെ അച്ഛൻ. മനസ്സുകൊണ്ട് രാഷ്ട്രീയ ഗുരുവെ കണ്ടിട്ടാ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അടുത്തറിഞ്ഞപ്പോ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണല്ലോ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെപ്പുറപ്പിനെ മനസ്സിലാക്കിയില്ലല്ലോ. വളരെ വിഷമമുണ്ട്, സഹതാപമുണ്ട്. കൂട്ടക്കൊല നടന്നതിന്റെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല. ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു. എന്താ അവിടെ നോക്കട്ടെ, എവിടുന്നത് ചോദിച്ചാടില്ലേ? അന്ന് കണക്ക് സാറിന് വെട്ടിക്കൊല്ലാൻ വന്നില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാ. സർ, ഇതാണ് ആ ഫോൺ. പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതിയിൽ നിന്ന് നഷ്ടപ്പെട്ടതാണിത്. സർ, പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട് ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാധരന്റെ ഫോണിലേക്കായിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സർ. അത് മാത്രമല്ല സാർ, മണിമലയാർ ഡാം അഴിമതി കേസിൽ 2 വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല. തനിക്കിതൊന്നും ബാധമല്ല എന്ന മട്ട മേനോനുള്ളത്. ഇപ്പൊ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ തന്റെ അച്ഛനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക? അച്ഛൻ ശിക്ഷിക്കപ്പെടണമെന്ന് ലോകത്ത് ഒരു മകനും ആഗ്രഹിക്കില്ല, ഞാനും. പക്ഷെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം സാർ, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവർ. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത്. ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം. തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം. ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റം അച്ഛനുണ്ടായാൽ. അല്ലേ സാർ? കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല. നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ സർ. അച്ഛാ, ഹർഷം വരുന്നു. അച്ഛാ, മുഖ്യമന്ത്രിയുടെ ഓർഡർ കൈ കിട്ടി അല്ലേ? അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ മരുമകന് ഡ്യൂട്ടി. അവറാച്ചൻ കളിക്കട്ടോ, കളി അവിടെ വരെ പോകുന്ന കാണാം നമുക്ക്. അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വക്കീലുമായി ജോസ്പേട്ടൻ കോടതി വെയിറ്റ് ചെയ്യാ. നീ എങ്ങനെ എന്നെ കൊണ്ടുപോകുന്നത്? കാറിൽ ഫോളോ ചെയ്താൽ മതി. കാറിലോ? എന്റെ പട്ടി വരും. പോലീസ് ജീപ്പിന്റെ പിന്നിലിട്ട് തന്നെ എന്നെ കൊണ്ടുപോകണം. അതിനു മുമ്പ് ഈ മുറ്റത്തിട്ട് എന്നെ തല്ലി ചതയ്ക്കണം, മുടുമുണ്ട് വലിച്ചു പറിക്കണം. പിന്നെ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞേക്കണം. ഇതൊന്നും നീ ചെയ്യണ്ട, പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. അയ്യോ, ഓ, ഇത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനുള്ള കുശാഗ്രവത്തി ഇല്ലേ? എന്റെ പൊന്നെ, ഞാൻ എന്തുവായി കേൾക്കുന്നത്? ഗുരു എന്നെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. അനുഗ്രഹമൊക്കെ അവനോട് വാങ്ങിച്ചാൽ ബുദ്ധി. കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാരോടൊന്ന് പറഞ്ഞേക്കാം. ജയ്, പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ. എന്നാ പിന്നെ തുടങ്ങിക്കോ. നടക്കണം സാർ. പിടിച്ച് തള്ളൂ.
മിനിസ്റ്റർ അല്ലേ അദ്ദേഹം? വീട്ടിൽ കയറി അനാവശ്യം കാണിക്കാതെ ബഹളം ഉണ്ടാക്കരുത്. ഇത് ചീഫ് മിനിസ്റ്റർ ഓർഡർ. ചീഫ് മിനിസ്റ്റർ ഓർഡർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി ബാലഗംഗാധര മേനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ. ഇപ്പോൾ കിട്ടിയത് അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന് കോടതി ജാമ്യം അനുവദിച്ചു. എടോ മേന്നെ, എന്നെ താഴെ ഇറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി. അവറാച്ചൻ എന്താ ഈ പറയുന്നേ? ഒന്നും പറയണ്ട. സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം. താൻ ഒന്നോർത്തോ, തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി PK എബ്രഹാം രാജിവെച്ചു. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ. അവറാച്ചൻ രാജിവെച്ചൊഴിഞ്ഞാ പോരെ? മന്ത്രിസഭ പിരിച്ചുവിടേണ്ട വല്ല കാര്യമുണ്ടോ? പോണ പോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയി. ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ? ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരള നിയമസഭ പിരിച്ചുവിട്ടു. തെരഞ്ഞെടുപ്പ് ഉടൻ. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല. അതെന്താ? KDF-ന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കരുതിയിട്ട്? അല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇല്ലടോ, എനിക്ക് മടുത്തു. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര. മുഖ്യമന്ത്രി തൊമ്മൻ ചാക്കോ. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ. ഞാനോ? എന്താ ഈ പറയണേ? എക്സ്ക്യൂസ് മീ സർ. വാ. എന്തിനാ സാർ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത്. പറയട്ടോടോ. തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം. എന്താ? അപ്പൊ അച്ഛൻ? എടോ, മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് 8 നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. താൻ ഒന്നുകൊണ്ടും പേടിക്കണടോ. താൻ ജയിക്കും. വർക്ക് തുടങ്ങിക്കോ. ഒരു MLA ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ജയിച്ച് MLA ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിൽക്കണേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നടക്കില്ല. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. പക്ഷേ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാ. വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത്. പോടാ അവിടുന്ന്. എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലഗംഗാധരൻ. ഇന്നിപ്പം പുളിച്ച പൗരധർമ്മം വിളമ്പുന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കണം. ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് കാലു വാരിയതുകൊണ്ടാണ്. വേറെ ആരും അല്ലല്ലോ മേന്നെ, തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി. കൊള്ളാം. അവറാച്ചന്റെ 18ാമത്തെ അടവ് കൊള്ളാം. അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക. ഇതേ പിള്ളേര് കളിയല്ല. ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിസ്സാരക്കാരനല്ല. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കുന്ന കാര്യമല്ല. പിന്നെ ചിറ്റാരിക്കര മേനോൻ സാറിന് തന്നെ വേണം. അതൊഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും നമുക്ക് അംഗീകരിക്കാം. പക്ഷേ മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും തയ്യാറില്ല. അതെ, മേനോനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ നേരല്ല. പാർട്ടി വളർത്തി പോകാൻ നിന്നവരവര്. തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നപ്പോ ഇവിടെ തന്നെ കൂടി. ഈ മുന്നണി വിട്ട് എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി. എന്റെ ഗ്രൂപ്പിന് KDF-ൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും. ദിവാകര, ഇനി ഇവിടെ നിൽക്കണ്ട, വാടോ പോകാം. അയ്യേ, നിങ്ങൾ ഇവിടെ ഇരിക്കി. ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ അത് കാര്യാക്കുക. ചിറ്റാരിക്കരയിൽ മേനോൻ തന്നെ സ്ഥാനാർത്ഥി. അപ്പം നമ്മൾ ഗ്രൂപ്പെല്ലാം മറന്ന്
തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്നു. ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കി. വിഷമിക്കണ്ടടോ, താൻ ചെറുപ്പമല്ലേ, ഇനി അവസരമുണ്ട് ഒരുപാട്. എനിക്കൊരു വിഷമമില്ല സാർ. ഒരു MLA ആകാൻ വേണ്ടി വ്രതം നോറ്റെടുക്കുന്ന ഒരാളല്ല ഞാൻ. അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും, എല്ലാം പൊറുക്കും, എല്ലാവരും ഒന്നാക്കും. അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും. പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല, എളുപ്പം ദഹിച്ചെന്ന് വരില്ല. വരട്ടെ സാർ. പാർട്ടി പോകാൻ പറ. അവരവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് അവരൊന്നായി. തന്തയ്ക്ക് പറക്കാത്ത വർക്കം. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടെ, നീ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. ശക്തമായ 2 മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ? എന്നിട്ട് കെട്ടിവെച്ച കാശിന് എവിടെ പോവും? ജയിക്കാൻ വേണ്ടിട്ടല്ല, പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ. എന്നാലും അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറില്ലേ, അതുകൊണ്ടാ. പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാ. എങ്കിലും ഒന്ന് പറയാം, ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്താടൂ, മത്സരിച്ചുകൂടെ? അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. തന്നെ പോലെ സാമൂഹ്യ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഉള്ളതിന് മുമ്പിൽ നെഞ്ചു വിരിച്ചെന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസമെങ്കിലും അന്തസ്സോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ 1000 പേരും തൻ്റെ ഒപ്പമാ, തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ. വേണ്ട, താൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനം, അനുസരിക്കണം. ഞങ്ങളുണ്ട് കൂടെ. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ. എന്റെ അമ്മയുടെ സത്യം. 77 തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയ്യത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. പിന്നെ മൈക്ക് അനൗൺസ്മെന്റിൽ ഞാൻ ബഹുമെടുക്കാനാ. മൈക്ക് അലവൻസ് അല്ല, മൈക്ക് അനൗൺസ്മെന്റ്. അതന്നെ ഞാനും പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ? നീ എന്റെ മാനം കളയരുത് ഈശ്വര. ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. ഇല്ല, ഇവന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ രാജ്യത്തിൽ ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ജനാർദ്ദനൻ പിള്ളയ്ക്ക് അരിവാൾ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രിയപ്പെട്ട വോട്ടർമാരെ, KDF-ന്റെ ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ബാലഗംഗാധര മേനോന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കുന്നതിന് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ സിംഹം, ഒന്നും മിണ്ടാണ്ടിരിക്കും, അതെന്നെ ഞാൻ പറയാൻ പോണത്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ഇളവാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും, ഉറപ്പാ. അത് ശരിയാ. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസാ കച്ചവടോ കുഴൽപ്പണമോ. തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോ, ദേ അങ്ങോട്ട് കൊടുക്കടി. വോട്ട് ചോദിച്ച് തെണ്ടി തെരിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛനെ കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കൂ? അതുമില്ല. അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാനൊക്കെ. ഇവിടുന്ന് ഒരു വോട്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ അമ്മയുടെ. അല്ലേ അമ്മേ? അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം.
വോട്ട് ചോദിക്കാൻ വന്ന മകനെ ആട്ടിപ്പായിക്കണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കര. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം KSRTC ബസ് സർവീസ് ഇല്ലേ? ഗതാഗത മന്ത്രിയായിരുന്നപ്പോ ഞാൻ ചെയ്തതാ ഈ നാടിന് വേണ്ടി ഇതൊക്കെ. ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണി പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ, അതെന്തിന്? വെളുക്കിരിക്കാൻ. ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി 2 പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. സ്വന്തം അച്ഛനെതിരെ മത്സരിക്കുന്നതാണോ ഇല്ലടൂ? പ്രിയമുള്ളവരെ, ബഹുമാന്യരായ എൻ്റെ 2 എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശക്തമായ 2 മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. വിജയസാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട്. ഇത് 5 ലക്ഷം രൂപയുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക. ഇത് 3 ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക. ഇത് 2 ലക്ഷം അബ്കാരി നമ്പീശന്റെ വക. ഇത് 1 ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക. വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും. ഈ ചിറ്റാരിക്കരയുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ പറയണം, താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന്. ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന്. ജനാർദ്ദനം പിള്ളക്ക് 10 ലക്ഷം, മേനോൻ സാറിന് 20 ലക്ഷം അല്ലേ? സത്യമാണ്, നുണ പറയല്ല. പണം പിടിച്ചു. താങ്ക് യു ചാണ്ടിച്ചൻ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്? ടിവിയിൽ വരുക കേട്ടല്ലോ. ഇതുപോലെ എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ? ബഹുമാന്യരെ, ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം, ബാനറുകൾ കെട്ടാം, വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാം. പക്ഷേ ഞാനത് ചെയ്യില്ല. 25 കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ? അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, ചാണ്ടിച്ചൻ നന്ദി 5 ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചന്റെ പേരിൽ ഞാനിത് ഇന്ത്യ വിഷൻ ഏൽപ്പിച്ചുകൊള്ളുന്നു. ഞാൻ സമ്മതിക്കൂല. സുഹൃത്തുക്കളെ, ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷന് കൈമാറുന്നു. ജയ് ഹിന്ദ്. പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 72% വോട്ട് രേഖപ്പെടുത്തി. വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആകെയുള്ള 140 സീറ്റുകളിൽ ഫലമറിഞ്ഞ 120 മണ്ഡലങ്ങളിൽ KDF 61, ജനപക്ഷ മുന്നണി 59 സീറ്റ് നേടിയിട്ടുണ്ട്. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും. ഹലോ, എണ്ണിത്തീരാറായോ?
ജനപക്ഷ മുന്നണി ഓക്കേ. സ്ഥാനാർത്ഥി അപ്പോ വിവരം അറിയിക്കണം. 4612 വോട്ടിന് അച്ഛൻ ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത CM അച്ഛൻ തന്നെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പുതുശ്ശേരി മണ്ഡലത്തിൽ KDF സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ 4000 വോട്ടുകൾക്ക് വിജയിച്ചു. ഇത്തവണയും ഭരണം ലഭിച്ചാൽ KDF-ൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ. വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ KDF സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര. മുൻ മന്ത്രിയും KDF സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോൻ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി P. കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു. KDF-ന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനിശ്ചിതത്വത്തിൽ. ഇരു മുന്നണികളും സജീവ ചർച്ചയിലാണ്. കഴിഞ്ഞ തവണ 100 സീറ്റ് നേടിയ മുന്നണിയാ, ഇത്തവണ അത് 70 സീറ്റിൽ ഒതുങ്ങി. അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ. അത് നിങ്ങൾ കാലുവാരി കൊണ്ട് സംഭവിച്ചതാ. ഇങ്ങനെ പരസ്പരം പഴിയാരാതെ ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും 69 സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ. എന്നാലേ 71 തികയൂ. കൃഷ്ണകുമാർ അതിന് തയ്യാറാവോ? സീറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം കാണില്ലേ? ഞാൻ ഇതിനെക്കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു. അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട്. മേനോൻ മത്സരിക്കണ്ട, മോൻ മത്സരിച്ചാ മതിയെന്ന് ഈ മേനോനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ. താ കേട്ടില്ല. അതെന്റെ രാഷ്ട്രീയ തന്ത്രം. മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന്. അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം. അവനത് തെളിയിച്ചു. അതിനുവേണ്ടിയാ ഞാൻ എതിർത്തത്. വരണം വരണം വരണം. മിടുക്കൻ മിടുക്കൻ. എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. എന്തിന്? ഇത് പൊളിറ്റിക്സ് അല്ലേ? ഇവിടെ വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? നീ ഇരിക്കടാ. അങ്ങോട്ട് ഇരിക്കേ. വേണ്ട സാർ. കൃഷ്ണകുമാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഞാൻ പിന്തുണച്ചാലേ KDF-ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു പോന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ആഭ്യന്തരം എനിക്ക് കിട്ടണം. ഞാൻ ആ കാര്യം പറയാനിരിക്കായിരുന്നു. ഹോം മിനിസ്റ്റർ ആകാനോ? അത് നടപ്പില്ല. മന്ത്രി ആകണമെങ്കിലേ വകുപ്പിനെ കുറിച്ച് അറിയണം, പ്രവൃത്തി വരികയോ വേണം. ആരതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാണത്? ദിവാരേട്ടൻ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ? പണ്ടങ്ങോ ബസ്സിൽ കയറിയതാണോ പ്രവൃത്തി പരിചയം? വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരേട്ടന്? വേണ്ട. ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയോ? ഇല്ല. ദായിരിക്കണേ കിഴിപ്പുള്ളി സാറ്. പണ്ട് വിദ്യുച്ഛക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, ഈ വിദ്യുച്ഛക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? അത് വെള്ളത്തിന്ന്. ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? പറയാൻ അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാ മതി. അതറിയില്ല. യവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. പിന്നെന്താ ഷോക്ക് അടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെയും കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? ഏതൊരു ജോലിക്കുണ്ട് യോഗ്യത ടെസ്റ്റ്. സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ. ഈ IAS IPS ഒക്കെ പോലെ IIPS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, അത് പഠിക്കണം. അല്ലെങ്കിൽ വേണ്ട. മിനിമം യോഗ്യത 10ാം ക്ലാസ് പാസ്സാവണമെന്ന് പറഞ്ഞാ ഇവിടെ ഇരിക്കുന്ന പലരും ഓടിപ്പോണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയണത് തന്നെ ഒരു പരീക്ഷയാ. ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ. അതൊരു പരീക്ഷയല്ല സാറേ, പരീക്ഷണമാണ്. ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം.
മതി, ഇനി നിങ്ങൾ ഇവിടുന്ന് ജൈവിച്ചോ. ഞാൻ പറയാതെ ആരും നിർത്തരുത്. മണമുള്ള നേതാവേ, ആയിരം ആയിരം പിന്നാലെ. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ? അപ്പൊ സാറേ, എന്റെ കക്ഷി മത്സരിച്ച 3 സീറ്റിലും ഞങ്ങൾ വിജയം കണ്ടെത്തി കഴിഞ്ഞു. ഇവരുന്ന മന്ത്രിസഭയിൽ ആഭ്യന്തരം തന്നെ പിടിക്കാനാണ് എന്റെ തീരുമാനം. എങ്കിലും ഞാൻ ഇറങ്ങാണ്. അയ്യോ പോകല്ലേ പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ തീരുമാനത്തിൽ മാറ്റൂല. ഇല്ലെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നേരിടാൻ അല്ല, തയ്യാറല്ല. ഞാൻ പറയുന്നു കേക്ക്. തിരക്ക് വേണ്ട, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി. അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം. ആഭ്യന്തരം വിട്ടിട്ട് കാലിരിക്കില്ല. അഭ്യന്തരം എന്ന് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത്? മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം. കൃഷ്ണകുമാർ തനിക്കറിയോ? എന്നെ ഒന്നുകൂടെ വന്നേ. അവൻ പണങ്ങി പോയതാണോ? കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ഞാൻ ആരുടെ കാല് പിടിക്കണം പറഞ്ഞേ? തന്റെ കാല് പിടിക്കണോ? തന്റെ മോന്റെ കാല് പിടിക്കണോ? ഞാൻ ആരുടെയും പിടിക്കാൻ തയ്യാറാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പക്വതയില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ആഭ്യന്തരം കൊടുക്കാൻ. അവന്റെ പിറകിൽ ഞാനില്ലടോ. അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? തരാം. എങ്കിൽ വനം മതി. നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. അതിന് യോഗ്യതയിലൊന്നും മാത്രം ആരും പറയരുത്. കാരണം ഞാൻ കാടിന്റെ മകനാണ്. കൃഷ്ണകുമാറായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ബി കൃഷ്ണകുമാർ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ നരേന്ദ്ര ഷെറാവത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തൊമ്മൻ ചാക്കോ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ബി കൃഷ്ണകുമാർ. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന രീതിയിലല്ലേ ഭൂരിപക്ഷം തികയ്ക്കാൻ ബുദ്ധിമുട്ടിയ KDF-ൽ നിന്നും നിങ്ങൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം വില പറഞ്ഞു വാങ്ങിച്ചത്? എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പക്ഷേ എന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത അരക്കെട്ടുറപ്പിക്കാനോ അധികാര ദുർവിനിയോഗത്തിനോ അല്ല, മറിച്ച് എനിക്ക് കിട്ടിയ ഈ അധികാരം ജനനന്മയ്ക്കായി വിവേകത്തോടെ ഉപയോഗിക്കാനാണ്. അച്ഛനെതിരെ മത്സരിച്ചപ്പോഴുണ്ടായ മാനസികാവസ്ഥ? ഞാൻ അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് മത്സരിച്ചത്. രാഷ്ട്രീയം വ്യക്തിനിഷ്ഠമല്ല. അച്ഛനെ തോൽപ്പിച്ചപ്പോൾ എന്തു തോന്നി? ഞാനല്ലോ തോൽപ്പിച്ചത്, ജനങ്ങളല്ലേ. രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ താങ്കളുടെ അച്ഛൻ ശ്രീ ബാലഗംഗാധരൻ ഒരു കൊള്ളരുതാത്തവരും അഴിമതിക്കാരും ഒക്കെ ആണെന്നാണോ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്? ഞാനൊരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെട്ട താങ്കൾ ഈ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകുമോ? അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്റെ മന്ത്രി പദവിയും MLA സ്ഥാനവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. കുറച്ച് സമയം, ഒരുപാട് കാര്യങ്ങൾ. അപ്പോ നമുക്ക് വീണ്ടും കാണാം.